ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർജിയെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇതിൽ സന്നിഹിതരായിട്ടുള്ള ഉദ്ഘാടകനടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ MLA, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SKSSFൻ്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അവർക്കും നമസ്കാരം. മറ്റ് ചില തിരക്കുകൾ വിചാരിതമായി ബന്ധപ്പെട്ടതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ 2 വാക്കുകൾ അവസാനിപ്പിക്കും. എന്തായാലും ഇന്ന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 75 വർഷം തികഞ്ഞിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു, റിപ്പബ്ലിക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ 75 വർഷക്കാലത്തിനിടയ്ക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ആ ഭരണഘടന ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്ര വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ കഴിഞ്ഞ 10-12 വർഷക്കാലം നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോരോ പരിഷ്കരണങ്ങൾ, നിയമങ്ങൾക്ക് മേൽ നിയമങ്ങളും നിയമപരിഷ്കരണങ്ങളും, ലെജിസ്ലേഷൻ ആഫ്റ്റർ ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് ഒരു സമുദായത്തെ അപരവൽക്കരിക്കാനും അന്യവൽക്കരിക്കാനും നിരന്തരം ഒരു ഭരണകൂടം തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ അനാർക്കി, ഒരു വലിയ കലാപം, അതല്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര സംഘർഷം എന്തുകൊണ്ട് നമ്മുടെ ഈ മഹാരാജ്യം കടന്നു പോയിട്ടില്ല എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത് നമുക്ക് അതിമനോഹരമായ ഒരു ഭരണഘടനയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഭരണഘടന നൽകുന്ന ഉറപ്പാണ്, അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ജനാധിപത്യം, ആ ജനാധിപത്യത്തിൻ്റെ ഒരു പൊൻപുലരി രാജ്യത്ത് വീണ്ടും ഉണ്ടാകും. അന്ന് വീണ്ടും നമുക്കറിയാം, മതസാഹോദര്യം, അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടം വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മുടെ രാജ്യം കടന്നു പോകുമെന്നൊരു പ്രത്യാശയുണ്ടല്ലോ. ആ പ്രത്യാശ നമുക്ക് നൽകുന്നത് ഈ ഭരണഘടനയാണ്. അതുകൊണ്ട് ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണോ കക്കോറി ട്രെയിൻ ആക്രമണ കേസിൽ അഷ്ഫാഖുള്ള ഖാനും രാംപ്രസാദിനുമൊക്കെ ഒരു തൂക്കുകയറിൻ്റെ 2 അറ്റത്ത് നിന്ന് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ സാധിച്ചത് 1925 ബംഗാൾ വിഭജനകാലത്ത് എപ്രകാരമാണോ ഹിന്ദുവിനും മുസ്ലിമാനും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി, ഭിന്നിപ്പിൻ്റെ ഭരിക്കാനുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചുകൊണ്ട് ഭരിക്കാനുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കെതിരായി എങ്ങനെ ഹിന്ദുവിനും മുസ്ലിമാനും ഒറ്റക്കെട്ടായി പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റിയോ, അല്ലെങ്കിൽ മേജർ അബ്ദുൾ ഹമീദിന് എപ്രകാരം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ചുകൊണ്ട് പരംവീർ ചക്ര എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി നേടാൻ സാധിച്ചു, അതുപോലെ ഇനിയുള്ള കാലത്തും നമുക്ക് ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും സമുദായത്തിനും ഒക്കെ അതീതമായി ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നമ്മുടെ പൂർവ്വസൂരികൾ തൂക്കുകയറിലേറിയും ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു പോരാടിയും നമുക്ക് തേടിത്തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് SKSSF കഴിഞ്ഞ 19 വർഷക്കാലമായി അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ കൂടി ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി വരുന്നൊരു സാഹചര്യം എന്നിൽ അർപ്പിതമായിട്ടുള്ള മറ്റൊരു കർത്തവ്യം കൊണ്ടാണ്. പാലക്കാട് ഉണ്ടായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അറിയുന്നുണ്ടാകും, മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്, 2 ചർച്ചയുണ്ട്, അതിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദപ്രകാരം ഞാൻ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. മറ്റൊരവസരത്തിൽ വലിയ ഒരു പരിപാടിയിൽ നിങ്ങളുമായി വീണ്ടും സംവദിക്കാൻ ഞാൻ എത്തും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. ജയ് ഹിന്ദ്.